നോമ്പെടുക്കുന്ന സമയത്ത് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് അറിയൂ. നമ്മൾ നോമ്പ് കഴിയുമ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ എണ്ണ പൊരിച്ച സാധനങ്ങൾ അല്ലെങ്കിൽ എണ്ണയെ മുക്കി പൊരിച്ച സാധനങ്ങളാണ് കഴിക്കുന്നത്. സമൂസ, പിന്നെ അതുപോലെ ഈ സമയത്താണ് കൂടുതലും റെഡ് മീറ്റ് കഴിക്കുന്നത്. മട്ടണും ബീഫും ഒക്കെ ധാരാളം കഴിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മൾ എന്തിനാണോ നോമ്പ് പിടിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് എഫക്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. അതായത് പ്രമേഹം കൂടും, കൊളസ്ട്രോൾ കൂടും, ഹൃദ്രോഗങ്ങൾ ഉണ്ടാവും, പലതരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാവും. ശരിക്കും നോമ്പ് പിടിച്ചാൽ ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ എണ്ണ പൊരിച്ച സാധനങ്ങളും അതുപോലെ ഈ ബേക്കറി ഐറ്റംസും കൂടുതൽ കഴിക്കുന്ന ഈ സമയത്താണ്. അതുപോലെ വിശപ്പ് വരുമ്പോൾ എന്ത് ചെയ്യും? KFC ഓർഡർ ചെയ്യും, പിസ്സ ഓർഡർ ചെയ്യും, ബർഗർ ഓർഡർ ചെയ്യും. ഇത് ചെയ്യാതിരിക്കുക. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം കുടിച്ച് സ്റ്റാർട്ട് ചെയ്യുക. ജ്യൂസ് കുടിക്കുന്നത് മാക്സ് ഒഴിവാക്കുക. കാരണം പലരും ഉപയോഗിക്കുന്നത് പാക്കറ്റ് ജ്യൂസ് ഡ്രിങ്ക്സ് ആണ് കുടിക്കുന്നത്. ഇപ്പൊ ട്രോപ്പിക്കാനോ പോലുള്ള സാധനങ്ങളെല്ലാം പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, കളർ ആഡ് ചെയ്തിട്ടുണ്ട്, അഡിക്റ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിച്ചാൽ നമ്മുടെ ഷുഗർ കൂടുകയാണ്. അത് മാത്രമല്ല ഈ ഫ്രൂട്ടിന്റെ ഒരു ഗുണവും കിട്ടുന്നില്ല. നമ്മൾ ഫ്രൂട്ട് ചവച്ചരച്ച് കഴിക്കുന്നതാണ് നല്ലത്. ഓറഞ്ച്, മൊസമ്പി, പപ്പായ, പേരയ്ക്ക, അതുപോലുള്ള വാഴപ്പഴം പോലുള്ള സാധനങ്ങൾ ചവച്ചരച്ച് കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. അതിനുശേഷം നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് നോക്കുക. ആഹാരം ചെറുതായിട്ട് കഴിക്കുക, വെള്ളം കുടിച്ച് ഒരു 2-3 ഗ്ലാസ് വെള്ളം കുടിക്കുക. ആഹാരം കഴിക്കുമ്പോൾ പ്രോട്ടീൻ ഉൾപ്പെടുത്തുക. മുട്ട പുഴുങ്ങിയതോ അല്ലെങ്കിൽ പയർ നമ്മൾ വേവിച്ചതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീനും കൂടെ ഉൾപ്പെടുത്തിയിട്ട് വേണം ആഹാരം കഴിക്കാൻ. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ആഹാരം കഴിച്ച് കൊണ്ടുവരേണ്ടത്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത്തരത്തിൽ ഉപവസിക്കുന്നതോ അല്ലെങ്കിൽ നോമ്പ് പിടിക്കുന്നതോ പലതരത്തിലുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് ചെയ്യും. നിങ്ങളുടെ ആരോഗ്യത്തിന് എന്തൊക്കെ ഗുണങ്ങൾ ചെയ്യും? അത് അമിത രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാൻ പറ്റും, വയറിന് ചുറ്റുമുള്ള വണ്ണം കൺട്രോൾ ചെയ്യാൻ പറ്റും, അതുപോലെ പൊണ്ണത്തടി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ പല അസുഖങ്ങളും നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ട് വരെ കൺട്രോൾ ചെയ്യാനായി പറ്റും. ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കും.